സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, സ്കൂൾ കലോത്സവങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും നടക്കുകയാണ്. അതിന് ലാലേട്ടൻ അടങ്ങുന്ന ആളുകളൊക്കെ ഇന്ന് പോയിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ സ്കൂൾ കലോത്സവത്തിൽ വേറിട്ട ഒരു നിലപാട് അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വേറിട്ട രീതിയിൽ കലയിൽ കൂടി തന്നെ തൻ്റെ നിലപാട് അറിയിച്ചുകൊണ്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മോണോ ആക്റ്റിൽ കൂടി അദ്ദേഹം കലയിലൂടെ നമ്മുടെ നാട്ടിലുള്ള നീതി നിഷേധങ്ങൾക്കെതിരെ, അല്ലെ നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു പയ്യൻ സംസാരിക്കുകയുണ്ടായി. അതും കലയിൽ കൂടിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. മോണോ ആക്ട് എന്ന് പറയുന്ന ആ ഒരു കലാരൂപം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകളും തോന്നിവാസങ്ങൾക്കെതിരെയും ആ പയ്യൻ, ആ യുവാവ്, ആ യുവതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരൻ പ്രതികരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പ്രതികരണശേഷിയാണ് നമ്മുടെ ന്യൂജൻ പിള്ളേർക്ക് വേണ്ടത്. ജെൻസി എന്ന് പറയപ്പെടുന്ന അങ്ങനെയുള്ള 2K കിഡ്സിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടത്. അല്ലാതെ ഫോണും എടുത്തുകൊണ്ട് ഇന്ന് ആരെ കൊല്ലാം, നാളെ ആരെ കൊല്ലാം എന്ന് ചിന്തിക്കുന്ന, അല്ലെ വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്യുന്ന അങ്ങനെ ഒരാളുകളെ അല്ല നമ്മുടെ സമൂഹത്തിന് ആവശ്യം. ഇതുപോലെയുള്ള നന്മകൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ആളുകളെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്, അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, എനിക്ക് ആ ഒരു പയ്യനോട് ഒരുപാട് ബഹുമാനമുണ്ട്. കലയിൽ കൂടി അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ നിലപാടുകളാണ് അവൻ അറിയിക്കുകയുണ്ടായത്. നമുക്കറിയാം വേടനെ പറ്റിയും ബിന്ദു എന്ന് പറയുന്ന ഒരു അമ്മയെ പറ്റിയും. ബിന്ദു ആരാണ്? തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന വീട്ടു ജോലി ചെയ്തുകൊണ്ടിരുന്ന ബിന്ദു എന്ന് പറയുന്ന ഒരു വീട്ടമ്മ. ആ വീട്ടിൽ തന്നെ, അതായത് ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മ, പുള്ളിക്കാരി ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പുള്ളിക്കാരി ഒരു മനുഷ്യ സ്ത്രീ തന്നെയല്ല, ഒരു മനുഷ്യ ജീവനാണ്. അപ്പം അങ്ങനെ ദളിത് വിഭാഗത്തിൽപ്പെട്ടതാണെന്നുള്ളൊരു ആരോപണത്തിന്മേൽ, അല്ലെ അവരുടെ നിറം ഇരുണ്ടിരിക്കുകയാണെന്നുള്ളത് കൊണ്ട് തന്നെയും അവരെ ഒരു കുറ്റവാളിയാക്കിക്കൊണ്ട് ആ വീട്ടിലെ ഉടമസ്ഥ കൊച്ചമ്മയും കൊച്ചച്ഛനും എല്ലാം കൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. ആ കാര്യങ്ങളെപ്പറ്റി വീണ്ടും ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അഭിമന്യു അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഈ കൊച്ചച്ഛനും കൊച്ചമ്മയും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. പോലീസിലുള്ള തന്തയില്ലാത്ത പോലീസുകാരന്മാർ അവരെ പിടിച്ച് സ്റ്റേഷനിൽ വെച്ചു. അങ്ങനെ സ്റ്റേഷനിൽ വെച്ചിട്ട് എന്താ ഉണ്ടായത്? അവരെ പിടിച്ച് സ്റ്റേഷനിൽ വെക്കുകയും അവർക്ക് ദാഹജലം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ വെള്ളം കോരി കുടിക്കാൻ പറയുകയും അവരെ ഒരുമാതിരി കുറ്റവാളിയാക്കിക്കൊണ്ട് തന്നെ അവരെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തുന്ന ഒരു പ്രവൃത്തികളൊക്കെയാണ് നമ്മൾ കണ്ടത്. ആ ബിന്ദു എന്ന് പറയുന്ന ആ ഒരു അമ്മ കുറ്റം ചെയ്തു എന്നുള്ളത് പോലീസുകാർക്ക് തെളിയിക്കണം. എന്നാൽ ആ കുറ്റം ചെയ്തു ഇല്ലയോ എന്നുള്ളതല്ല അവരന്വേഷിക്കുന്നത്. കുറ്റം ചെയ്തു, കുറ്റാരോപിതയല്ല, കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് പോലീസുകാർ ഉറപ്പിച്ച് പറഞ്ഞത്. വീട്ടുകാർ അതിന് അകമ്പടിയായി കൂടെ നിന്നു. അപ്പം ഒരുപാട് നാളുകളായിട്ട് ആ വീട്ടിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ് ബിന്ദു. എന്താണ് അവിടുത്തെ പ്രശ്നം? ബിന്ദു ദളിത് വിഭാഗത്തിൽപ്പെട്ടതാണ്. ബിന്ദുവിന് നിറം ഇരുണ്ടതാണ്. ബിന്ദു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ആ വീട്ടുകാർ അങ്ങനെ പരാതി നൽകാൻ കാരണമുണ്ടായത്. അതായത് ബിന്ദുവിൻ്റെ അടുത്ത് എന്തോ ഒരു വ്യക്തിവൈരാഗ്യം തോന്നി. ബിന്ദുവിൻ്റെ നിറം ഇരുണ്ടതൊക്കെ ആയതുകൊണ്ട് വീട്ടുകാർ കൊടുത്തൊരു ചെറിയ പരാതി. ആ പരാതിയിന്മേൽ പോലീസുകാരുടെ ഉള്ളിലുള്ള ഉന്നതകുല മനോഭാവം കൊണ്ടായിരിക്കണം പോലീസുകാർക്ക് പരാതിയെടുത്തു. ആ കേസുകൾ നടക്കുന്നത് വേടൻ്റെ വിഷയങ്ങൾക്കൊക്കെ ശേഷമാണ്. നമുക്കറിയാം വേടൻ്റെ വിഷയം എന്താണ്? വേടൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, അല്ലേ? അങ്ങനെയാണ് പലരും പറയുന്നത്. വേടൻ ഒരു മനുഷ്യൻ തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. അപ്പോൾ വേടനെ ദളിത് വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടും, വേടൻ എന്ന് പറയുന്ന വ്യക്തി ദളിത് വിഭാഗത്തിൽപ്പെട്ടവനാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ച് കൊച്ചമ്മമാരും കൊച്ചച്ഛന്മാരും ഒക്കെയുണ്ട്. ഇവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേര്, ഓമനത്തമുള്ള ഒരു പേരാണ് സംഘികൾ. ആ സംഘികൾ, ക്രിസംഘികളും സംഘിപുത്രന്മാരും സംഘിപുത്രികളും എല്ലാം കൂടി ചേർന്ന് വേടനെതിരെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി. ആ കഥയിൽ വേടനെ പെടുത്തുകയും ചെയ്തു. നമ്മളെല്ലാവരും സ്നേഹത്തോടെ വേടൻ എന്ന് വിളിക്കുകയും, സ്വന്തം പേര് ഹിരൺദാസ് മുരളിയുമാണ്. അദ്ദേഹത്തിൻ്റെ അവരമ്മ ശ്രീലങ്കൻ വംശജയാണെന്നൊക്കെയുള്ള പേരിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ഇറങ്ങി. അദ്ദേഹം തൃശ്ശൂരുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിറവും അദ്ദേഹത്തിൻ്റെ ജാതിയും അദ്ദേഹത്തിൻ്റെ മതവും ഒക്കെയായിരുന്നു അവിടെയും പ്രശ്നം. അപ്പോൾ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയുടെ കാര്യത്തിലും വേടൻ്റെ കാര്യത്തിലും നീളിച്ച് നിൽക്കുന്നത് സെയിം പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് വേടൻ്റെ വിഷയത്തിൽ നടന്നത്? പുലിപ്പല്ല് കൈവശം വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വേടനെ പിടിച്ചകത്തിടാൻ ശ്രമിച്ചു. എന്നാൽ പുലിപ്പല്ലായിരുന്നു ഇവരുടെ ലക്ഷ്യം? അല്ല. ഇനി മീറ്റു ആരോപണ കേസായിരുന്നു ഇവരുടെ ലക്ഷ്യം? അതുമല്ല. ഇനി അതൊന്നുമല്ല, വേടൻ്റെ ബലാത്സംഗമായിരുന്നോ, അല്ലെ വേടൻ പെൺകുട്ടികളെ പീഡിപ്പിച്ചതായിരുന്നോ ഇവരുടെ ഒരു ലക്ഷ്യം കേസെടുക്കുന്നതിൽ കൂടി? അതുമല്ല. പിന്നെന്താണ്? വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ വിരളി പിടിച്ചതുകൊണ്ടാണ് വേടനെ ഒതുക്കാൻ ശ്രമിച്ചത്. സത്യം അതാണ്, അല്ലേ? വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? നിശബ്ദരാക്കപ്പെട്ടവരുടെ രാഷ്ട്രീയം, അല്ലെ നിശബ്ദരാക്കപ്പെട്ട ആളുകൾക്ക് ശബ്ദം പകർന്നു നൽകുക. ഇതാണ് വേടൻ്റെ രാഷ്ട്രീയം, വേടൻ്റെ നിലപാട്. ആ നിലപാടുകളിൽ വിരളി പിടിച്ച, ആ നിലപാടുകളിൽ വെമ്പലുണ്ടായ, ആ നിലപാടുകളെ പേടിച്ച ഒരു കൂട്ടം ആളുകളാണ് വേടനെതിരെ സംസാരിച്ചത്. അപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം.
തിരുവനന്തപുരം പേരൂർക്കടയിലെ ബിന്ദുവിന് ഓർമ്മയില്ലേ? മാല മോഷ്ടിച്ചെന്നാരോപിച്ച് വീട്ടുടമയും പോലീസും ക്രൂശിച്ച് ഒടുവിൽ വൈകിയാണെങ്കിലും നീതി കിട്ടിയ യുവതി. ഹയർ സെക്കൻഡറി വിഭാഗം മോണാക്ടിൽ ബിന്ദുവും ചർച്ചയായി, വിഷയമായി. നഷ്ടപ്പെട്ടു. വീട്ടിൽ വെച്ച് വേലക്കാരിയെ സംശയമുണ്ട്. ബിന്ദു അവളാണ് കള്ളി. മലപ്പുറം കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിമന്യുവിന് ഇത് വെറുമൊരു മത്സരം മാത്രമായിരുന്നില്ല, നിലപാട് അറിയിക്കൽ കൂടി. ബിന്ദുവിനെ ജയിലിലിട്ട് ആക്രമിച്ചിട്ടും അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും പോലീസ് കാണിച്ച ക്രൂരത അഭിമന്യു അങ്ങനെ തന്നെ കാണികൾക്ക് മുന്നിലെത്തിച്ചു. പുലിനഖത്തിന്റെ പേരിൽ വേടനെ വേട്ടയാടിയവർ ആനക്കൊമ്പ് സൂക്ഷിച്ച നടന്മാരെ കണ്ടില്ലേ എന്ന ചോദ്യവും അഭിമന്യു ഉയർത്തി. നമ്മുടെ ഏട്ടനെ ആന വന്ന് കൊമ്പ് കൊടുത്തതാണ്, പക്ഷെ വേടനോ പുലിയൊക്കെ പല്ലി കൊടുക്കുവോ? ആദാചകം കണ്ടതാ അല്ലേ? 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 ഒരു സന്ദേശം കൊടുക്കാനായി അടിച്ചമർത്തപ്പെടുന്നവരുടെ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായതിൽ അഭിമാനം കൊള്ളുന്നു. വേടനായാലും ഇപ്പൊ ബിന്ദുവിന് വേണ്ടിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്റെ അവസാന കലോത്സവമാണിത്. അതിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റിയതിൽ അഭിമാനിക്കുന്നു. പുതിയ തലമുറ അറിയുകയും പറയുകയും ചെയ്യേണ്ട വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നതെന്നും അതിന് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ടെന്നും പരിശീലിക്കാൻ. നമ്മളെന്നും മാറ്റങ്ങളൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നും കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റിയതിൽ അഭിമാനിക്കുന്നു. പുതിയ തലമുറ അറിയുകയും പറയുകയും ചെയ്യേണ്ട വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നതെന്നും അതിന് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ടെന്നും പരിശീലിക്കാൻ. നമ്മളെന്നും മാറ്റങ്ങളൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നും പുതിയ വിഷയങ്ങളിലൂടെ പുതിയ സമകാലിക വിഷയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക, കുട്ടികളിലൂടെ പൊതുജനങ്ങൾക്ക് എത്തിക്കുക. അത്തരം കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. ബിന്ദുമാർ ഇനിയും ആവർത്തിക്കരുതെന്ന അഭിമന്യുവിന്റെ സന്ദേശത്തിന് നിറഞ്ഞ കയ്യടികളായിരുന്നു മറുപടി. ഒപ്പം ഏകരീടും ക്യാമറമാൻ ശ്രീകാന്ത് പിഎസിനൊപ്പം. കണ്ടില്ലേ, അഭിമന്യു എന്ന് പറയുന്ന ആ പയ്യൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അടിച്ചമർത്തലുകൾ ഏൽക്കപ്പെട്ടിരിക്കുന്ന അല്ലെ അടിച്ചമർത്തലുകൾക്ക് ഇരയാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ടെന്നാണ്. അഭിമാനമുണ്ട് മകനെ ഞങ്ങൾക്ക് നിന്നെ പറ്റി ഓർത്തിട്ട്. ഇന്നത്തെ ഈ തലമുറയിൽപ്പെട്ട ഇങ്ങനെയുള്ള പ്രതികരിക്കുന്ന യുവജന അല്ലെങ്കിൽ തലമുറയിൽപ്പെട്ട പിള്ളേരാണ് വേണ്ടത്. നമ്മുടെ നാട്ടിൽ ഈ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വീമ്പിളക്കുമ്പോഴും ഇതെല്ലാം ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും സമീപ സ്ഥലങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. തൊലിയുടെ നിറം ഇച്ചിരി ഇരുണ്ടു പോയി കഴിഞ്ഞാൽ അവരെ അത് കണ്ട് വിലയിരുത്തുന്ന ഒരു കൂട്ടം ആളുകളുള്ള ഒരു സമൂഹമാണിത്. അതായത് അവരുടെ നിറം ഇരുണ്ടതാണെങ്കിൽ അവർ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ളൊരു കാഴ്ചപ്പാട്. അവർ കള്ളന്മാരും അവർ പിടിച്ചുപറിക്കാരും അവർ വീട്ടുജോലികളും അടിമപ്പണികൾ മാത്രം ചെയ്യേണ്ട ആളുകളുമാണെന്നുള്ളൊരു കാഴ്ചപ്പാട്. ഇത്തരം കാഴ്ചപ്പാടുകൾ എന്നേ കാറ്റിൽ പറത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് ഈ ബിന്ദു എന്ന് പറയുന്ന ആ ഒരു ചേച്ചിക്കെതിരെയും അല്ലെ ആ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയ്ക്കെതിരെയും വേടനെതിരെയും ഒക്കെ ഈ കളികൾ കളിച്ച ആളുകളുടെ മനോഗതി എന്തായിരുന്നു? ഇവരുടെ നിറം ഇരുണ്ടതായിരുന്നു ഇവരുടെ പ്രശ്നം. ഇവരുടെ രാഷ്ട്രീയം, ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഇതിന് കിട്ടുന്ന സ്വീകാര്യത, ഇന്നത്തെ ആധുനിക തലമുറയിൽപ്പെട്ട കുട്ടികൾ ഇതിനെയെല്ലാം ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു പേടി. ആ പേടി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലനിൽപ്പ്, ഞങ്ങളുടെ എക്സിസ്റ്റൻസ് എന്താവുമെന്നുള്ളൊരു പേടി. ആ പേടി തന്നെയാണ് വേടനെതിരെയും ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയ്ക്കെതിരെയും ഈ പറയുന്ന രീതിയിൽ അക്രമങ്ങൾ അയച്ചുവിടാൻ കാരണമായിരിക്കുന്നത്. ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയെ പിടിക്കാനുള്ള കാരണം ഇവർക്ക് വെറുതെ എന്തെങ്കിലും ഒരു പരാതി എടുത്തുകൊണ്ട് ഇവരെ അങ്ങ് ഒതുക്കണം. അതായിരുന്നു അവരുടെ ആഗ്രഹം, ആ വീട്ടുകാരുടെ ആഗ്രഹം. എങ്ങനെയെങ്കിലും ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയുടെ ജോലിയും ആ ബിന്ദു എന്ന് പറയുന്ന ചേച്ചിയെ അങ്ങ് ഇല്ലായ്മ ചെയ്യണം. വേടനെതിരെ എന്തായിരുന്നു ഇവർ കളിച്ച കളികൾ? വേടനെതിരെയും ഇതേ തോന്നിവാസങ്ങൾ തന്നെയാണ് ഇവർ കാണിച്ചു കൂട്ടിയത്. വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും ഒരിക്കലും ഒരാളും അംഗീകരിക്കാൻ പാടില്ല. അതോടുകൂടി അതായത് വേടനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഈ രാഷ്ട്രീയം മണ്ണോട് അലിയണമെന്നായിരുന്നു ഇവരെല്ലാവരും ആഗ്രഹിച്ചത്. എന്നാൽ എന്താണ് അവിടെ ഉണ്ടായത്? ആ വേടൻ്റെ രാഷ്ട്രീയത്തിനും വേടൻ്റെ ആശയങ്ങൾക്കും വീണ്ടും നല്ല രീതിയിൽ അങ്ങോട്ട് വളമായി. ഈ പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടിയും കുറേ വിമർശകരെത്തിയതോടുകൂടിയും ആ ഒരു വേടൻ്റെ രാഷ്ട്രീയത്തിനും വേടൻ്റെ ആശയങ്ങൾക്കുമെല്ലാം വലിയൊരു രീതിയിൽ വളമായി. വേടൻ ഇന്നിതാ ലോകം കണ്ട അല്ലെങ്കിൽ നമ്മുടെ കേരളം കണ്ട ഏറ്റവും നല്ലൊരു റാപ്പറായിട്ട്, കേരളം മാത്രമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കേരളത്തിനകത്തും പുറത്തുമെല്ലാം നല്ല പരിപാടികൾ ചെയ്ത് അടിച്ച് പൊളിച്ച് തകർത്ത് തിമിർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേടൻ്റെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തൊടാൻ പോലും സാധിക്കാത്ത ഇടങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വേടൻ ശരിക്കും ഒരു റാപ്പറല്ല, വേടൻ ഒരു കവിയാണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കവി, ആ കവി ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ കവിതയിലെ ഓരോ വരികളും നമ്മുടെ നാട്ടിലെ ഇന്നലകളിൽ നിലനിന്നിരുന്നതും ഇന്ന് നിലനിൽക്കുന്നതുമായിട്ടുള്ള കൊള്ളരുതായ്മകൾക്കെതിരെയാണ്. അപ്പോൾ വെറുതെ ഒരു ശബ്ദം ഉയർത്തി പോയാൽ അതവിടെ തീരും എന്നറിയാവുന്ന വേടൻ ആ ഒരു ശബ്ദം
അത് എന്തേ പാട്ടിൽ കൂടി അവതരിപ്പിച്ചുകൂടാ എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ വേടൻ റാപ്പർ എന്നുള്ളൊരു പേരിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്നത്. ഇന്ന് കേരളത്തിലെന്നല്ല, കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ തരംഗമായിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ വേടൻ പോകുന്നത്. ആ വേടന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ആ വേടന് പൂർണ്ണ പിന്തുണ കൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ആളുകൾ വേടനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതൊരു വലിയൊരു അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. അത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവനായതുകൊണ്ടല്ല, നിറം ഇരുണ്ടത് കൊണ്ടല്ല, അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയത് കൊണ്ടല്ല. വേടൻ സംസാരിക്കുന്നത് എനിക്കും നിനക്കും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായിട്ടുള്ളത് കൊണ്ടാണ് ആ വേടനെ ജനങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നത്, ഇടനെഞ്ചിൽ ഒരു സ്ഥാനം വേടന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേടനെതിരെ കളിച്ച ആളുകളും ബിന്ദുവിനെതിരെ കളിച്ച ആളുകളും, ബിന്ദു എന്ന് പറഞ്ഞ ചേച്ചിക്കെതിരെ കളിച്ച ആളുകളുമൊക്കെ ഇപ്പോൾ എന്ത് അവസ്ഥയിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും സംഖ്യകൾ ഇപ്പോൾ ഒരു പരിധി വരെ ഒതുങ്ങിയിട്ടുണ്ട്. അധികം വർഗീയ വിഷം തുപ്പാതെ പാർട്ടിയിലുള്ള ആളുകൾ ഒതുങ്ങിയിട്ടുണ്ട്. എന്നാലും പാർട്ടിയുടെ അവിടെ ഇവിടെയൊക്കെ ഈ ഇത്തിൽ കണ്ണി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ലസിത പാലയ്ക്കൽ, ഷൈനി മധുസൂദൻ, ഇവരെ പോലെയുള്ള ആളുകൾ ഒരിക്കലും ഒതുങ്ങാനും പോകുന്നില്ല. അവർ ഇലയിൽ വെക്കുന്നത് വരെ അവരുടെ ഉള്ളിലുള്ള വർഗീയത, അവരുടെ ഉള്ളിലുള്ള ഈ ജാതീയ ബോധം, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. എന്തൊരു കഷ്ടമാണല്ലേ. എന്നാലും അഭിമന്യു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ അഭിമന്യു, നിനക്കൊരു ബിഗ് സല്യൂട്ട്.